ഹലോ, ഇന്ന് ഞായറാഴ്ച എന്താ പരിപാടി? ഹാപ്പി മൂഡല്ലേ എല്ലാവരും? ഇന്നിപ്പോൾ നമ്മുടെ സ്പെഷ്യല് എന്താ സ്പെഷ്യല്? ബീഫ് കറിയും പിന്നെ ചോറും. ബീഫിന്റെ കൂടെ എന്താ കായ. സാധാരണ നമ്മൾ എന്താ ഇടാറുള്ളത്? അന്ന് നമ്മൾ ഈ സീസണായപ്പോ കടച്ചക്ക. നമ്മള് വീഡിയോകളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ബീഫിന്റെ കൂടെ നമ്മുടെ തറവാട്ടിലുണ്ടായ കടച്ചക്കയും ബീഫും കൂടിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഞായറാഴ്ചയാണ്. അപ്പോൾ കാലത്ത് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം സംസാരിക്കാൻ. അപ്പം ഇന്ന് ഞായറാഴ്ചയായിട്ട് കാലത്ത് ഞാൻ എൻ്റെ വല്യമ്മയുടെ മകനും കൂടിയിട്ട് കാലത്ത് തൃശ്ശൂർ വരുന്നു പോയി. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. വല്യമ്മയുടെ മോനും മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനും ഞാനും കൂടിയിട്ട് പോയി. ഇതങ്ങോട്ട് വരുന്ന വഴിക്ക് അത്താണി നമ്മുടെ സാധാരണ നമ്മൾ മേടിക്കാറുള്ള ഗ്രീൻ മൈത്രി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ ബീഫ് ഇല്ല എന്നവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സ്റ്റാൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടാവാം നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ മാർക്കറ്റ് ഉണ്ട്, അത്താണി മാർക്കറ്റ് ഉണ്ട്. അത്താണി മാർക്കറ്റിൽ പോയിട്ട് ഞാൻ ബീഫ് മേടിച്ചു. 440 രൂപ ഒരു കിലോന്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് സാധാരണ നമ്മൾ പതിവ് അരക്കിലോ അല്ലേ മേടിക്കുള്ളൂ, അരക്കിലോയ്ക്ക് 220 രൂപ. അപ്പോൾ നല്ല അടിപൊളി ബീഫ് കേട്ടോ. അപ്പോൾ ബീഫ് മേടിച്ച് കൊണ്ടുവന്നു. അപ്പോൾ കൃഷിക്ക് ബീഫ് അങ്ങനെ ഒരു താല്പര്യമുള്ള ഒരാളല്ല. അടുത്തത് ഇതിപ്പോൾ എത്രാമത്തെ? മൂന്നാമത്തെ വിസിലാണ്. എത്ര വേണം? അതെ. ബീഫിനെക്കാളും ഇഷ്ടം എന്താ നിനക്ക്? അല്ല കഴിക്കാൻ നിനക്ക് കുറച്ചും കൂടി കയറി ബീഫിനെക്കാളും ഒക്കെ ഒരുപോലെ ചെറിയ രീതിക്ക് ഇഷ്ടമുള്ളൂ, കൂടുതലൊന്നും ഇഷ്ടമല്ല. മീൻ ഇഷ്ടാ, ചാള. അപ്പൊ ചാള ഭയങ്കര ഇഷ്ടമാണ്, ബീഫ് ഇഷ്ടമല്ല. അതാണ് മൂപ്പര് പറയണത്. അപ്പൊ കഴിക്കുകയൊക്കെ ചെയ്യും, കഴിക്കാൻ അതായത് കഴിപ്പിക്കാൻ തുടങ്ങിയതാണ്. ബീഫ് മേടിച്ചിട്ട് കുറേശ്ശെ കഴിപ്പിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ആൾക്ക് താല്പര്യമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിന്നു പൂച്ചയുണ്ട്, പിന്നെ അയൽവക്കത്തെ ഒരു പൂച്ചയുണ്ട്. അത് ആ പൂച്ച പ്രസവിച്ച് കിടക്കുകയാണ്. എത്ര ദിവസമായി? ഇനിയോ കാലെന്താ പ്രശ്നം? അതെ, ഏത് കാലടെ കാലെന്താ പ്രശ്നം? ചെറിയൊരു ഞൊണ്ടല്ലോ ഉണ്ടല്ലേ. കാണിച്ച് ഇതാണോ? എന്തെങ്കിലും വല്ല മുള്ളു കുത്തിയതാവോ? മുറിയൊന്നും കാണാനില്ല അതല്ലേ. അപ്പൊ എന്തെങ്കിലും വല്ല അടി എന്തെങ്കിലും ആരെന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവേ. പക്ഷെ അങ്ങോട്ട് എങ്ങനെ പോവാറില്ലല്ലോ. നമ്മുടെ പൂച്ചക്കുട്ടിക്ക് കാലുമ്പോൾ ചെറിയൊരു ഇതുണ്ട്, എന്താണെന്ന് അറിയില്ല, നോക്കി നോക്കണം. മുറിയൊന്നും കാണാനില്ല, പക്ഷെ ഒരു ചെറിയൊരു മടക്ക് കാണാണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഞൊണ്ടിട്ട്. ദിയ അതാ ഉണ്ണീനെ നോക്കിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ദിയ അവിടെ ഇരുന്നിട്ട് ഞാൻ വരുമ്പോൾ ഉമ്മറത്തിരുന്നിട്ട് നല്ല ഡ്രോയിങ് ഒക്കെയാണ്. അപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ ഒരു വാട്ടർ കളറിൻ്റെ പെയിൻറ്റും പിന്നെ 4 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് ടോയ്സ് അങ്ങനത്തെ ഐറ്റംസ്, അതായത് കളിക്കാനുള്ളതും പിന്നെ ഒരു ഈ ഡ്രോയിങ് ബുക്കൊക്കെ മേടിച്ചു കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിവാവ ഒന്ന് എണീറ്റിപ്പോൾ ദിയത ഉണ്ണിവാവൻ്റെ അടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഒന്ന് വിളിച്ചാൽ ഓടി വരും കേട്ടോ. നോക്കാം, വിളിച്ചേക്കേ. ഇതിനെ വിളിച്ചേ. വാ ഓടി വന്നിട്ട് പോയേ. ഉണ്ണി എനിക്ക് വിളിക്കും പൊക്കോ. ഹാപ്പി ഞായറാഴ്ച പറയ്. ദിശ പോയി നോക്കണേ, ഉണ്ണിനെ പോയി നോക്കിയോ. തൃശ്ശൂരിന് വരുമ്പോ കുറച്ച് സ്റ്റിക്കർ നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് സന്തോഷം. സ്റ്റിക്കറൊക്കെ അല്ലേ? അതെന്തിന്റെ സ്റ്റിക്കറാന്ന് പറയാൻ പറ്റുമോ? ഓരോ ബൊമ്മക്കുട്ടിയുടെ സ്റ്റിക്കർ, പിന്നെ ഓരോ മീനുകളുടെ സ്റ്റിക്കർ, അതൊക്കെ. അതെല്ലേ, അതൊക്കെ അടിപൊളിയായിട്ടാ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇന്നെന്താ അവിടെ ഞായറാഴ്ചയായിട്ട് എല്ലാവരും പരിപാടി ചോദിക്കേ? എന്താണ് ഞായറാഴ്ചയായിട്ട് എല്ലാവരും പരിപാടി? നമ്മുടെ സ്പെഷ്യല് പറഞ്ഞു കൊടുക്കും. ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യല് ബീഫ് കറി. ഞങ്ങള് കാലത്ത് കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാലത്ത് എന്താ കഴിച്ചത്? കഞ്ഞി മാത്രമേ കഴിച്ചിട്ടുള്ളൂ അല്ലേ? പിന്നെ നേന്ത്രപ്പഴം ഉണ്ടായിരുന്നോ? ഇല്ല, അത് ഇന്നലെ കഴിഞ്ഞില്ല.
ഗൾഫിലാ. അപ്പൊ കാലത്ത് എന്തിട്ട് കഴിച്ച അച്ഛൻ്റെ കുട്ടി? കാലത്ത് കാലത്ത് പൊറോട്ടയും ചിക്കൻ കറിയും. അതിൽ ചിക്കനൊന്നും ഇല്ല, ആകെ തുണ്ട് ചിക്കൻ കറി അല്ലത്, അത് ചിക്കന്റെ ഗ്രേവി മാത്രമേ ഉള്ളൂ. ഇന്ന് കാലത്ത് ചായക്കൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നമ്മുടെ റോട്ടിൽ പോയി മേടിക്കാറില്ലേ റെഡിമെയ്ഡ്, അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു 4 പൊറോട്ടയും അതുപോലെ തന്നെ ചിക്കൻ്റെ ഗ്രേവിയും മേടിച്ചു കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അത് മേടിച്ച് കൊടുത്തു. പിന്നെ ഞാൻ നേരെ തൃശ്ശൂർ പോയി വരുമ്പോഴാണ് സാധനങ്ങൾ മേടിച്ചിട്ട് വന്നേക്കണം. ഇനി ഞങ്ങൾ നല്ലൊരു ബീഫൊക്കെ കൂട്ടിയിട്ടൊരു ചോറ് ഉണ്ണും. സമയം അപ്പോഴേക്ക് 3:30 ആവുമെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, സമയമാവും. അപ്പോഴേക്കും നമുക്ക് എന്താ കുഴപ്പമൊന്നുമില്ല നമ്മൾ അല്ലേ? ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ എന്ന് പറയും. അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.